ഗുഡ് മോർണിംഗ് സർ. എന്താ വെച്ചേ പോലീസിൽ ചേരാനുള്ള എക്സാം പോലും എഴുതിയിട്ടില്ല. അതിനുമ്പ് നീ സാറിന് സല്യൂട്ട് അടിച്ച് സ്റ്റൈൽ കാണിക്കാ. ഈ ആപ്ലിക്കേഷനിൽ ഒരു സൈൻ വേണം സർ. എന്താ ഞാൻ ഗൺ ഷൂട്ടിംഗ് പഠിക്കാൻ പോവാ. ആ ട്രെയിനിങ് അക്കാഡമിയിൽ പോലീസ് ഓഫീസറുടെ അറ്റസ്റ്റേഷൻ വേണമെന്ന് പറഞ്ഞു. ഇതുപോലുള്ള സ്ഥലത്തൊന്നും പെൺകുട്ടികൾ വരാൻ പാടില്ല. ശെൽവം വന്നിട്ടുണ്ട്. ചെല്ലു വെച്ചേ ചെല്ലേ. നമസ്കാരം സർ. ഇരിക്കെ, ബീറ് കഴിക്കേ. ഒരു വർഷം മുമ്പ് നടന്ന കമ്മീഷണറുടെ കൊലപാതകത്തിൽ നിനക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ബന്ധമുള്ള ആളെ തീർച്ചയായിട്ടും നിനക്കറിയാം. എന്താ സാർ യാതൊരു ബന്ധമില്ലാത്ത എന്നെ കണക്ട് ചെയ്യുന്നത്? ആരും കേൾക്കാതെ എൻ്റെ ചെവിയിൽ പറഞ്ഞിട്ട് പോ. ഞാൻ റെഡിയുടെ ആളാണെന്ന് അറിയാമല്ലോ. ഞാനും റെഡിയുടെ ആൾ തന്നെയാ. എന്തിനാ വെറുതെ റെഡി വലിച്ചിരുന്നേ? ഞങ്ങളോട് മുട്ടാൻ ഉദ്ദേശമുണ്ടോ? കേരള പോലീസിന് ഇവിടെ വന്ന് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കേരള പോലീസിനെ കുറിച്ച് പറയാൻ നിനക്ക് എന്താണ് യോഗ്യതയുള്ള? ഈ തോക്കിന് മുന്നിലുള്ളവന്റെ സ്റ്റേറ്റും സ്റ്റാറ്റസും നോക്കാൻ അറിയില്ല. എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മാത്രം നോക്കാൻ അറിയും. ഞാൻ വന്ന ദിവസം റെയിൽവേ സ്റ്റേഷനിൽ എന്നെ കൊല്ലാമെന്നവൻ ഇപ്പൊ നേരിട്ട് എന്നെ കൊല്ലാമെന്ന് റിപ്പോർട്ട് എഴുതി ഫയൽ ഞാൻ ക്ലോസ് ചെയ്യും. കാരണം വിളിച്ചു നോക്കുന്നേ നീ തന്നെയല്ലേ അന്ന് ആളെ അയച്ചേ. ബ്ലൂ കളറിലുള്ള ഷർട്ട് ഇട്ട നിനക്ക് ഇഷ്ടമാവില്ലല്ലേ? എല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ഞങ്ങൾ അഭിനയിക്കുക. ഞങ്ങളെ വിഡ്ഢികളാക്കി എന്നുള്ള സന്തോഷത്തിലായിരിക്കും അല്ലേ? കമ്മീഷണർ ഇവനായിരിക്കും കൊന്നിട്ടുണ്ടാവുക. ഇവന്റെ വീട്ടിൽ പോയി എവിഡൻസ് കിട്ടും.